നന്മകൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തു. നമ്മുടെ ഭാരതം ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ മഹാന്മാരായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ജീവിതം ബലിയർപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം സന്തോഷത്തോടെ അനുഭവിക്കുന്നത്. അത് മുഖാന്തരം കഴിഞ്ഞ 68 വർഷങ്ങൾ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യവും സൗഭാഗ്യവും ലഭ്യമായി. എന്നാൽ മനുഷ്യ ജീവിതത്തിന്റെ വ്യക്തിപരമായ പല മേഖലകളിലും അസ്വാതന്ത്ര്യത്തിൽ കഴിയപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. സാക്ഷര കേരളം, സുന്ദര കേരളം എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും പ്രബുദ്ധരായ ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മദ്യപാനം വർദ്ധിക്കുന്നു. മയക്കുമരുന്നിന് അടിമപ്പെടുന്നവരുടെ സംഖ്യകൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. എല്ലാ മേഖലകളിലും ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും ഒരു ദിവസം ഏകദേശം 24 പേരിൽ പരം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നു. ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടും അസ്വസ്ഥരായി, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരായി, സമാധാനമില്ലാതെ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഈ സായാഹ്ന നിമിഷത്തിൽ ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയട്ടെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഈ ചെറുപ്പക്കാർ, യൗവനക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ ഈ ഇളപ്പങ്കൽ കവലയിൽ ഈ സായാഹ്ന നിമിഷത്തിൽ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ വ്യക്തിപരമായ ജീവിതത്തിൽ അസ്വാതന്ത്ര്യത്തോടുകൂടി കഴിഞ്ഞിരുന്ന ഞങ്ങൾ ഈ സമൂഹത്തിന് മാറ്റം വരുത്തുവാൻ കഴിയാത്ത ഇവിടുത്തെ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ രാഷ്ട്രീയ തത്വസംഹിതകൾക്കോ ഒന്നും മാറ്റം വരുത്തുവാൻ കഴിയാത്ത ഞങ്ങളുടെ ജീവിതത്തിൽ സകലത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ലോകത്തിന്റെ വെളിച്ചമായ സകലത്തിന്റെയും സൃഷ്ടിതാവായ നാം നിൽക്കുന്ന ഭൂമിയും നാം ശ്വസിക്കുന്ന വായുവും നാം കുടിക്കുന്ന ജലവും ഈ അനന്ത വിഹായസിനെ ഒക്കെ സൃഷ്ടിച്ചതിന് കാരണക്കാരനായ സർവേശ്വരനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ രൂപാന്തരം വരുത്തത് കൊണ്ടാണ് ആ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശവുമായി ഞങ്ങൾ ഈ ഇളപ്പങ്കൽ കവലയിൽ വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നിരാശ അനുഭവിക്കുന്നവരെങ്കിൽ ക്രിസ്തുവിന്റെ ശബ്ദം ഞാൻ വെളിച്ചമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ തമോ മൂല്യങ്ങളെ, അന്ധകാരങ്ങളെ, അരക്ഷിതാവസ്ഥകളെ സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി, പാപമില്ലാത്ത ചരിത്രത്തിന്റെ മധ്യത്തിൽ ഉദിച്ചുയർന്ന ഏക വ്യക്തി ക്രിസ്തുനാഥൻ. ആ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ദേശത്ത് സ്വാതന്ത്ര്യം സ്വർഗം നൽകട്ടെ. തുടർന്ന് മനോഹരമായ ഒരു ഗാനം